സാധാരണ ട്രെയിനിൽ കയറുമ്പോൾ AC കോച്ച് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് സുഖമായിട്ടൊരു ഉറക്കം. സത്യം പറഞ്ഞാൽ എൻ്റെ സ്റ്റേഷൻ എത്തിക്കഴിഞ്ഞാൽ പോലും എനിക്ക് എഴുന്നേക്കാൻ തോന്നാറില്ല. ചില സമയത്ത് വീട്ടിൽ കിടന്നുറങ്ങിയാൽ പോലും, അല്ലെങ്കിൽ നമ്മുടെ കംഫർട്ട് സ്പേസിൽ കിടന്നുറങ്ങിയാൽ പോലും കിട്ടാത്തൊരു കംഫർട്ടാണ് ട്രെയിനിൽ കിടന്നുറങ്ങുമ്പോൾ കിട്ടുന്നത്. പക്ഷേ ഇന്ന് തുടക്കം തന്നെ പാളി. എന്നാലും പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, സീറ്റ് കിട്ടി. അങ്ങനെ മിഡിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പറാണ് കിട്ടിയിരിക്കുന്നത്. അപ്പറല്ലല്ലോ, മിഡിലാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ആ ട്രെയിൻ എങ്ങോട്ടോ പോകുന്നു. എത്ര ആളുകളായിരിക്കും. സങ്കടത്തോടെയും സന്തോഷത്തോടെയും കൂടിയുള്ള യാത്രകളായിരിക്കൂലേ. എത്ര ആളുകളായിരിക്കും അതിൽ. അങ്ങനെ എനിക്ക് ആക്ച്വലി എന്താ പറയേണ്ടതെന്നൊന്നും അറിയുന്നില്ല കേട്ടോ. പക്ഷെ ഒന്നും കിട്ടുന്നില്ല പറയാനായിട്ട്. അങ്ങനെ ഞാൻ ഇതേവരെ വന്ദേ ഭാരതിൽ യാത്ര ചെയ്തിട്ടില്ല. വന്ദേ ഭാരത് ഒരു ദിവസം ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. ഞാൻ അധികം എക്സൈറ്റഡ് ഒന്നുമല്ല വന്ദേ ഭാരതിൽ യാത്ര ചെയ്യാനായിട്ട്. ചില സമയങ്ങളിൽ ഇവിടെ നിൽക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. ഡോറ് വന്നടിഞ്ഞ് സീനാകുമെന്നൊരു ടെൻഷൻ. മൂവിങ് അല്ലാത്തത് കൊണ്ട് ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. അങ്ങനെ ഞാൻ പറയുന്നതിൽ കുറേ മിസ്റ്റേക്സ് ഒക്കെ വരുന്നുണ്ട്. എനിക്കറിയാം മിസ്റ്റേക്സ് ആണെന്ന്. പക്ഷെ ചിലതൊന്നും എനിക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ അതാ ഇതിങ്ങനെ എടുക്കുന്നുണ്ട്. ക്ലച്ചും ബ്രേക്കൊക്കെ ചവിട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ഹോൺ അടിക്കുന്നുണ്ട് ഗൈസ്, ഹോൺ അടിക്കുന്നുണ്ട്. ഇതാ മൂവ് ആവുന്നു. അയ്യോ, നേരത്തെ പോയ ട്രെയിൻ റിട്ടേൺ വരുന്നു, ബാക്ക് വരുന്നു. അയ്യോ, ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ആഹാ, ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസാ. അതാ നോക്ക്, ഇത് അടിപൊളിയല്ലോ. ഇത് മൂവ് ആകും തോറും അത് റിവേഴ്സ് വന്നുകൊണ്ടിരിക്കുക. അത് വേറെ ഏതോ ട്രാക്കിലൊക്കെയാണ്, അപ്പുറത്തെ ട്രാക്കിലൊക്കെയാണ്, വേറെ ഏതോ പ്ലാറ്റ്ഫോമിലൊക്കെയാണ്. ഇത് നോർത്ത്, അതായത് കൊച്ചുവേളിയിൽ ഇതിനൊരു സ്റ്റോപ്പ് ഉണ്ടായിരുന്നല്ലേ? എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഇതിന് പോയിട്ടുണ്ടെങ്കിലുള്ള പ്രത്യേകത എന്താ പറയുക, സാധാരണ എവിടെയും പിടിച്ചിടാറില്ല. ഇത് കറക്റ്റ് ഓൺ ടൈമിന് മാക്സിമം എത്താറുണ്ട്. ഗുരുവായൂർ വരെയുള്ള ട്രെയിനല്ലേ, ചെന്നൈ മോറല്ലേ. അങ്ങനെ ചില ഒരു 4